നമസ്കാരം. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ ലേഡീസ് അവറിലേക്ക് സ്വാഗതം. ഇന്ന് മോണ്ടി തേഴ്സ്ഡേ അഥവാ പെസഹ വ്യാഴമാണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്നത്തെ ദിവസം വളരെ വിശുദ്ധിയോടും വളരെ ഭക്തിയോടും കൂടി ആചരിക്കുന്ന ഒരു ദിവസമാണ്. യേശു ക്രിസ്തു തന്റെ 12 അപ്പോസ്തലന്മാർ അഥവാ ശിഷ്യന്മാരുമൊത്ത് അദ്ദേഹത്തിന്റെ അന്ത്യ അത്താഴം കഴിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് പെസഹ വ്യാഴം ആചരിക്കുന്നത്. പെസഹയെ നമ്മൾ അറിയപ്പെടുന്ന പാസ് ഓവർ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു ദിവസം പെസഹ വ്യാഴത്തിൻ്റെ അന്ന് യേശുക്രിസ്തുവിന് തുടർ ദിവസങ്ങളിൽ ഉണ്ടാകേണ്ടി വന്ന ദാരുണമായ ഒരു എൻഡിങ്ങും അദ്ദേഹത്തിൻ്റെ ആ ഒരു അതിജീവനവും എല്ലാമാണ് നമ്മൾ ഈ ദിവസം. വ്യാഴം എന്ന് പറയുന്നത് അദ്ദേഹം സഹിച്ച സഹനത്തിന്റെയും തുടർന്ന് ദുഃഖവെള്ളി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മരണത്തിന്റെയും തുടർന്ന് അദ്ദേഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെയും 3 ദിവസങ്ങളാണ് ഇനി കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് നൊയമ്പുകൾ എടുത്ത് വ്രതമെടുത്ത് വളരെ ഭക്തിയോടുകൂടി ആദരവോടുകൂടി ക്രൈസ്തവ സമൂഹം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ആചരിക്കുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. അപ്പോൾ പെസഹ വ്യാഴത്തിന്റെ എല്ലാ ആശംസകളോടും കൂടി തന്നെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുകയാണ്. ആദ്യ സെഗ്മെന്റിന് ശേഷം മടങ്ങി വരാം. നമസ്കാരം. സ്മാർട്ട് ലേഡിയുടെ ഇന്നത്തെ സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും നാടക രംഗത്തും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന കോഴിക്കോട് ശാരദ ചേച്ചിയാണ്. ഈ പരിപാടിയിലേക്ക് ചേച്ചിക്ക് സ്വാഗതം. കിട്ടിയ കഥാപാത്രങ്ങളെയെല്ലാം പ്രേക്ഷകരിലേക്ക് വളരെ ഭംഗിയായി എത്തിക്കുന്ന ശാരദ ചേച്ചിയുടെ വിശേഷങ്ങൾ നമുക്കറിയാം. എങ്ങനെയാണ് ഈ അഭിനയ രംഗത്തേക്ക് വന്നത്? ചെറുപ്പം മുതലേ നാടകത്തിലൂടെയാണെന്ന് തോന്നുന്നു. നാടകത്തിലൂടെ വരവ്. അത് സ്കൂൾ പഠിക്കുമ്പോൾ സ്കൂളിലൊക്കെ നാടകം ഉണ്ടാവുമല്ലോ, അതിലൊക്കെ അഭിനയിക്കുകയായിരുന്നു. പിന്നെ അത് കൂടാതെ അടുത്തടുത്തുള്ള കലാസമിതി, ശിവരാത്രി, ഉത്സവ സമയങ്ങളിലൊക്കെ, പിന്നെ ഉത്സവ പറമ്പിലൊക്കെ നാടകം, അങ്ങനെ ഓരോ നാടകത്തിലൊക്കെ അഭിനയിക്കുകയായിരുന്നു. അതിനോട് ടാലന്റ് ഉള്ളത് കൊണ്ട് പോകുന്നു. പിന്നെ ഇതിനൊക്കെ കൂടുതൽ എന്നെ പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് അത് വലിയ ഇഷ്ടമാണ്, ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നതും പാട്ട് പാടുന്നതും അത് കേൾക്കാനുള്ളൊരു ആഗ്രഹം. അമ്മയിലൂടെയാണ് ഞാൻ ഇത്രയും എത്തിയത്. അപ്പോൾ ഏറ്റവും ആദ്യം അഭിനയിച്ച നാടകം ഏതായിരുന്നു? നാടകം ഓർമ്മയിലുണ്ടോ? കുട്ടിയായിരിക്കുമ്പോൾ? ഇല്ല. സ്കൂൾ പഠിച്ചതുണ്ട്, കരുവേപ്പില. അതെ, കലോത്സവ വേദി. ആ കാലത്ത് കലോത്സവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സ്കൂൾ യുവജനോത്സവങ്ങളിലൊക്കെ. എല്ലാ കൊല്ലം എനിക്ക് തന്നെ ഫസ്റ്റ് കിട്ടാ പാട്ടിനൊക്കെ. അതെ അല്ലേ, അതൊക്കെ പാടുമായിരുന്നു. പിന്നെ ഈ 12 മുതൽ ഇങ്ങോട്ട് ഫുള്ളും ഈ ഇതിൽ തന്നെയായിരുന്നു. നാടക ട്രൂപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നു. ട്രൂപ്പ് എന്ന് പറഞ്ഞാൽ ട്രൂപ്പിൽ അങ്ങനെ അഭിനയിക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ ജോലി ഉണ്ടായിരുന്നു, ഗവൺമെന്റ് ഇവിടെ മെഡിക്കൽ കോളേജിൽ കോഴിക്കോട്. അപ്പൊ 10-27 വർഷം അവിടെ ജോലി ചെയ്തു. അപ്പൊ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ എടുക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് നാടകത്തിലൂടെ പോകുമ്പോ അതിന് കഴിയില്ലല്ലോ. അപ്പൊ അവസരങ്ങൾക്ക് ഒത്ത് നാടകത്തിൽ അഭിനയിക്കും, പ്രൊഫഷണൽ ട്രൂപ്പിലൊക്കെ. അമേശ നാടകത്തിലാണ് കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട്. നാടകരംഗത്ത് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടോ? എവിടെ? കിട്ടിയിട്ടില്ല, ആരും തന്നില്ല. ചെയ്ത കഥാപാത്രങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു, ഇതിന് കിട്ടിയാൽ നല്ലതായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടില്ല? ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തന്നിട്ടില്ല. നാടകം വിട്ട് സിനിമയിലേക്ക്, നാടകത്തിലൂടെ തന്നെയല്ലേ സിനിമയിലേക്ക് വന്നത്? ആദ്യമായിട്ട് ഏത് സിനിമയിലാണ് അഭിനയിച്ചത്? അന്യരുടെ ഭൂമി. സംവിധായകനാരായിരുന്നു? സംവിധായകൻ നിലമ്പൂർ ബാലൻ. അതില് നായികമാരൊക്കെ അത് വിജയലക്ഷ്മി, നമ്മുടെ വത്സല മേനോൻ, പിന്നെ നെല്ലിക്കോട് ഭാസ്കരേട്ടൻ, ആരൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കൊല്ലായത് അതിനുശേഷം. പിന്നെ ഒരുപാട് ഇപ്പോഴാണോ കുറച്ചുകൂടെ പോപ്പുലർ ആയി തുടങ്ങിയത്? ആ കാലഘട്ടത്തില് കുറച്ച് കുറവായിരുന്നു തോന്നുന്നു അല്ലേ? പക്ഷെ സിനിമ സ്ട്രൈക്ക് ചെയ്തൊരു സിനിമ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സല്ലാപത്തിൽ വന്നതിന് ശേഷം അല്ലേ? മനോജ് കെ ജയന്റെ അമ്മയായിട്ട് കിട്ടുന്ന കഥാപാത്രങ്ങളൊക്കെ എപ്പോഴും ഒരു എന്താ പറയാ നെഗറ്റീവ് റോളുകളാണ്. ചിലതില് സങ്കടപ്പെടുന്ന ഒരു അമ്മയായിട്ട്, ചിലതിൽ അമ്മായി അമ്മയായിട്ട്, ഭയങ്കര വീരശൂര പരാക്രമിയായ ലേഡിയായിട്ട് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ എന്താ പറയാ, ഏത്
കഥാപാത്രം കിട്ടിയാലും വളരെ ഭംഗിയായിട്ട് അഭിനയിക്കാൻ ആഗ്രഹമുള്ളത്. അപ്പം എന്താ പറയുക, ഏത് രീതിയിലുള്ള അങ്ങനെ ഉണ്ടോ? എനിക്ക് ഇന്ന കഥാപാത്രം കിട്ടിയാലാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം അഭിനയിക്കാൻ, അങ്ങനെയൊന്നുമില്ല. എന്ത് കിട്ടിയാലും ഏത് കഥാപാത്രമായാലും വേണ്ടില്ല, നമ്മൾ അതിനോട് നീതി പുലർത്തുക, ഈശ്വര അനുഗ്രഹം കൊണ്ട് നമ്മൾ നന്നായിട്ട് അഭിനയിക്കുക. ആ തർക്കമില്ല ശാരീരത്തെ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിനൊരു ആശ്വാസമാണ്, ഒരു സന്തോഷമാണ്. അങ്ങനെ കുറെ പേര് വിളിച്ച് ചെയ്യാറുണ്ടോ? ഇപ്പൊ ഇവിടെ നീലക്കുയിലിന് പേരായിട്ട് ഒരു സീരിയലുണ്ട്, ഭയങ്കര കഥാപാത്രം. അത് കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. നെഗറ്റീവ് ഒരു ന്യൂസ് ഏജന്റ് സ്വഭാവം, അത് ദുഷ്ടത്തര അല്ല, ന്യൂസ് ഏജന്റ് അല്ലേ? ഇവിടുത്തെ അവിടെ പറയാ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അത് നല്ലൊരു ക്യാരക്ടർ. ഇത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്നത്? എങ്ങനെയാ? ആരെങ്കിലും നമ്മളൊരു റോൾ മോഡലായിട്ട് കണ്ടതാണോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള യാത്രയിലൂടെ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടൊക്കെ നടന്നു പോകുന്ന സമയത്ത് അവരാ ആക്ഷനൊക്കെ ഞാൻ ശ്രദ്ധിക്കും. എന്തൊക്കെയാണ് ഇതേമാതിരി ഒന്ന് അഭിനയിച്ചാലോ, തരക്കേടില്ല, അങ്ങനെ തോന്നാറുണ്ട്. അത് ഉൾക്കൊണ്ട് ചെയ്യും അല്ലേ? ഇപ്പൊ സിനിമയിലായാലും നാടകത്തിലും. ഇപ്പൊ സിനിമയും സീരിയലും വിട്ടപ്പോഴും നാടകം ചെയ്യുന്നുണ്ടോ? ഇല്ല 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 ഇല്ല. സിനിമയും സീരിയലും തന്നെ. പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാ സിനിമയില്? മധുരരാജ. അത് ഡബ് ചെയ്യാന്ന് പറയുമ്പോഴാണ് എപ്പോഴും ഒരു തനതായ ശൈലിയുണ്ട്, കോഴിക്കോടൻ ഭാഷ. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു ഇതിലൊരു കുറച്ചുകൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന തോന്നുന്നുണ്ടല്ലേ? വേറൊരു രീതി വേറെ ആള് ഡബ് ചെയ്തിട്ട് എപ്പോഴെങ്കിലും സിനിമ ചെയ്തിട്ടുണ്ടോ? തല്ലാപത്തിന് ഞാനല്ലല്ലോ, അല്ല അല്ലേ? ജയശ്രീന്ന് പേരായിട്ട് ഡബിങ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, അവരാണ് ശബ്ദം കൊടുത്തിരിക്കുന്നത്. ശരി. പക്ഷെ എനിക്കൊന്ന് ചീത്ത പറയുന്ന രീതിയൊക്കെ ശൈലിയൊക്കെ നോക്കുമ്പോൾ അധികം അങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ കോഴിക്കോടൻ ശൈലിയിൽ തന്നെ സ്വന്തം ഡബ് ചെയ്യുന്നത് തന്നെയാണല്ലോ അല്ലേ? അതെ, ഞാൻ തന്നെയാ ചെയ്യാറ്. ഈ സല്ലാപയുള്ളൂ ഞാൻ ചെയ്യാഞ്ഞത്. അതെ, ബാക്കിയെല്ലാം ചേച്ചി തന്നെയാണോ ചെയ്തത്? പിന്നെ KK രാജീവിന്റെ ഓർമ്മ എന്ന് പേരുള്ള ഒരു സീരിയൽ ഉണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഓർമ്മ അതില് പിന്നെ ഡബ് ചെയ്തത് സ്റ്റെല്ല രാജ, അറിയില്ലേ? ഡബിങ് ആർട്ടിസ്റ്റ് അവരാണ് ചെയ്തത്. കാരണം തിരുവനന്തപുരത്ത് നിന്ന് എപ്പോഴും ഇങ്ങോട്ട് വരാൻ, ഇവിടുന്ന് അങ്ങോട്ട് പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഈ സീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടായി കണ്ടിന്യൂ ആയിട്ട് എപ്പോഴും ഉണ്ടാവും. അപ്പം അതിനായിട്ട് ഞാൻ പോകണ്ടേ, അപ്പം ഞാൻ പറഞ്ഞതാണ് വേറെ ആരും ചെയ്തോട്ടെ, അങ്ങനെയാണ് സ്റ്റെല്ല ചെയ്തത്. പക്ഷെ പഴയതൊന്നും മാറിയിട്ട് ഇപ്പം കുറേയും ഇപ്പം സിനിമയിലാണെങ്കിലും സീരിയലിലാണെങ്കിലും ഒക്കെ ഡബിങ്ങിന് ആളുകളുടെ ശബ്ദം വേറെ കൊടുക്കുന്നതിന് പകരം കഥാപാത്രങ്ങൾ തന്നെയാണ് കൊടുക്കുന്ന ഒരു രീതി ഇപ്പം ആയി വന്നല്ലോ അല്ലേ? അല്ലേ? അപ്പൊ അതുകൊണ്ടായിരിക്കും സ്വന്തം ശബ്ദം തന്നെ. അത് സ്വന്തം ശബ്ദത്തിൽ അറിയപ്പെടുന്നതാണോ ഇഷ്ടം? അതോ? എനിക്ക് എൻ്റെത് തന്നെയാണ് ഇഷ്ടം. കൂടുതൽ അതിന് തന്നെയാണ് ശ്രമിക്കാറുള്ളത്. കാരണം ഒരു ആക്ഷൻ പറയുകയാണെങ്കിൽ നമ്മൾ അഭിനയിച്ചതായതുകൊണ്ട് നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയാം. ഇന്നതാണ് ഞാൻ അവിടെ ചെയ്തത്, അപ്പോൾ അതേമാതിരി പിന്നെ ഡബിങ് ചെയ്യണം, എന്നാലും ഒരു സുഖം ഉണ്ടാവുള്ളൂ. അതെ. അതുമല്ല, നമുക്കിപ്പോൾ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ അത് ശാരദ ചേച്ചിയുടെ ശബ്ദമാണല്ലോ എന്ന് നമുക്കൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയല്ലോ ഇപ്പം. പിന്നെ പറഞ്ഞു ചെറുപ്പകാലങ്ങളിൽ അമ്മയായിരുന്നു എല്ലാത്തിനും പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇപ്പൊ അത് കല്യാണത്തിന് ശേഷം ഹസ്ബൻഡും ഈ രംഗത്ത് തന്നെയുള്ള ആളാണല്ലോ അല്ലേ? പേരും ഡീറ്റെയിൽസും ഒക്കെ ഒന്ന്. ഉമ്മർ സർ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കൂടെ അഭിനയിച്ചിട്ടുണ്ടോ? ഒരുമിച്ച് രണ്ടുപേരും കൂടെ ഏതെങ്കിലും സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? അതെ. ഏത് പിന്നെ ഏത് ഡയറക്ടറുടെ സിനിമകളിലാണ് കൂടുതലായിട്ട് അഭിനയിച്ചത്? അങ്ങനെയുണ്ടോ? അതോ വേറെ അങ്ങനെയൊന്നുമില്ല? ഹരിഹരൻ സാറിന്റെ പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഒരു ചില ആളുകൾ ഉണ്ടാവുമല്ലോ, ചിലൊരു ഡയറക്ടേഴ്സ് ഇന്ന ആൾക്കാരെ തന്നെ വിളിക്കുക, അവരുടെ സിനിമകളിൽ അഭിനയിക്കുക, അങ്ങനെയൊന്നുമില്ല. പല സംവിധായകരുടെ കൂടെയും അഭിനയിച്ചിട്ടുണ്ട്. മക്കളോ ആരെങ്കിലും ഈ മേഖലയിലേക്ക് വന്നിട്ടില്ല? ആരും വന്നിട്ടില്ല. എത്ര കുട്ടികളുണ്ട്? 4 പേര്. ആരും ഈ രംഗത്തില്ല? പക്ഷെ അവർക്ക് ടാലന്റ് ഇല്ലായിട്ടല്ല, അവരൊക്കെ പഠിച്ചെന്തെങ്കിലും ജോലി കിട്ടിക്കോട്ടെ. എൻ്റെ മാതിരി ആയിക്കൊള്ളണമെന്നില്ലല്ലോ മക്കള്. നമുക്ക് പിന്നെ ജോലി ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒക്കെ ഓരോന്ന് ഇടയ്ക്കിടയ്ക്കുള്ളത് കൊണ്ട് വലിയ സുഖമുണ്ട്. എല്ലാവർക്കും ഇപ്പം അങ്ങനെ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അവരുടേതായ രീതിയിൽ അവർ തീരുമാനം. പിന്നെ ഏതൊക്കെ പിന്നെ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കുമ്പോഴാണ് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല മോളെ. ആരെ കൂടെ അഭിനയിച്ചാലും എല്ലാവരും നമ്മളോട് നല്ല ഇതിലാണ് പെരുമാറുന്നത്. പിന്നെ ഒന്നാമത് എന്താ വെച്ചാൽ കുറച്ച് പ്രായമുള്ള തള്ളയായതുകൊണ്ട് ആർക്കും ഇഷ്ടപ്പെടുമല്ലോ, എല്ലാവരുടെയും ബഹുമാനം. അതെ അതെ. നമ്മളും അതേമാതിരി തന്നെ അവരോട് എങ്ങനെയാണ് നമ്മളെ മക്കളെ പോലെ
എത്ര വലിയ ആൾക്കാരായിരിക്കും മോനെ എന്നല്ലാതെ ഞാൻ വിളിക്കില്ല. അത് അങ്ങനത്തെ ഒരു ഇതാണ്. വീട്ടിലേ അങ്ങനെ തന്നെ മോനെ എന്നേ വിളിക്കുള്ളൂ, പേരൊന്നും അങ്ങനെ എടുത്ത് വിളിക്കൂല. അപ്പൊ ആ ഒരു ഇത് ഉണ്ട്. എല്ലാ സൂപ്പർ സ്റ്റാർസിന്റെ കൂടെയും അല്ലെങ്കിൽ മെയിൻ നടികളുടെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുണ്ടോ? ഓ, ഒരുവിധ ആൾക്കാരെല്ലാരും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ. മമ്മൂട്ടി, മോഹൻലാല്. പുതിയ ജനറേഷൻ പുതിയതാണ് കുറച്ച് കുറവ് ഇപ്പൊ. അതെ അല്ലേ? മറ്റേ ആ പാഷാണം എന്നൊക്കെ പറഞ്ഞല്ലേ, അവരുടെ കൂടെ ഒക്കെ തന്നെയുള്ളൂ. പിന്നെ അത് കൂടാതെ പഴയ ആൾക്കാരെന്ന് നമ്മളെ ശോഭയൊക്കെ ഉണ്ടായില്ലേ, ഒരു മുറൈ വന്ന് ശോഭന. ശോഭന്റെ കൂടെ ഒക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഓ, എത്രയോ അഭിനയിച്ചതാ. ഇപ്പൊ ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും സിനിമയുടെ അഭിനയ രീതിയായാലും അല്ലെങ്കിൽ ആളുകളുമായിട്ടുള്ള ഇടപഴകലായാലും തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? പല രീതിയിൽ നമ്മൾ നാടകത്തിൽ അഭിനയിച്ചു, സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്, സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഏതിലാണ് കൂടുതൽ സുഖമായിട്ട് തോന്നിയത്, ഈസി ആയിട്ട് തോന്നിയത്? സിനിമ തന്നെയാണ്. സിനിമ തന്നെയാണ്. എന്താണ്, നാടകമാവുന്ന സമയത്ത് നമ്മൾ അഭിനയിക്കുമ്പോൾ അപ്പൊ തന്നെ അതിന്റെ റിസൾട്ട് കിട്ടും അല്ലേ? നമ്മളിപ്പോൾ അഭിനയിക്കുകയാണെങ്കിൽ ആൾക്കാർ സന്തോഷം കൊണ്ടോ അല്ലെ ഒരു ദുഷ്ടത്തി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു ഇതുണ്ടാവും, അത് കിട്ടും നമുക്ക്. പക്ഷെ സിനിമയിലും സീരിയലിലും ഒക്കെ ആകുമ്പോൾ അപ്പോഴൊന്നും കിട്ടൂലല്ലോ. അത് ചിലപ്പോ നമ്മളത് കാണാൻ ഉണ്ടാവുകയില്ല. സീരിയൽ സിനിമ ഒക്കെ നമുക്ക് സമയം ഉണ്ടാവൂല. നാടകത്തിന്റെ അങ്ങനെയല്ലല്ലോ, അപ്പൊ റിസൾട്ട് കിട്ടും. ഏറ്റവും കൂടുതൽ ഇഷ്ടമായതിൽ അഭിനയിക്കാനാ? സിനിമയാണോ, സീരിയലാണോ, നാടകമാണോ? അയ്യോ, കൊഴുക്കുന്നു. അത് സിനിമ തന്നെ. സിനിമ തന്നെ. അത് ശരി. ഇപ്പൊ എങ്ങനെ ലൈഫൊക്കെ? മക്കളുടെ മക്കളും ഇപ്പൊ പേരമക്കളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഏതെങ്കിലും ഇപ്പൊ ഈ രീതിയിൽ കലാരംഗത്ത് ആരെങ്കിലും? കലാരംഗത്ത് ആരും ഇല്ല, പക്ഷെ എല്ലാവർക്കും അത്യാവശ്യമൊക്കെ കഴിവുകളുണ്ട്. ചേച്ചി പ്രോത്സാഹിപ്പിക്കാറുണ്ടോ എന്തെങ്കിലും പഠിക്കാനോ, പാട്ട് പഠിപ്പിക്കാനോ? ആ, പാട്ട് പഠിക്കുന്നുണ്ട്. അതെ, ചേച്ചിയുടെ പ്രോത്സാഹനം കൂടി ഉണ്ട് കുട്ടികൾക്ക്. മക്കൾക്ക് ഏതായാലും ഈ മേഖലയിലേക്ക് വരാൻ പറ്റിയിട്ടില്ല, മക്കളുടെ മക്കളെങ്കിലും ഈ മേഖലയിലേക്ക് എത്തട്ടെ അല്ലേ? എങ്ങനെയിപ്പോ ജീവിതമൊക്കെ എങ്ങനെ പോണു? ജീവിതം രണ്ടാളും വയസ്സുകാലത്ത് എനിക്ക് അഭിനയിക്കാനുണ്ടെങ്കിൽ ഇവര് എന്റെ കൂടെ വരും, ഞങ്ങൾ ഒന്നായിട്ട് പോയിട്ട് അഭിനയിച്ച് ഒന്നിച്ചിങ്ങോട്ട് പോരും. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്റെ ഭർത്താവിനെ പറ്റി ഞാൻ പറഞ്ഞില്ല. ഭർത്താവ് ഉമ്മറാണ് പേര്. പറഞ്ഞോളൂ, കുഴപ്പമില്ല. 50 കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട്. 68 കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കല്യാണം. ഇപ്പോഴും ഞങ്ങള് അന്ന് മുതൽ ഇന്ന് വരെ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നു. ഈ ഷൂട്ടിങ്ങുകൾക്കൊക്കെ ഒരുമിച്ച് പോണു, വരുന്നു. പിന്നെന്താ, ഇവിടെ നിർത്തിയിട്ടും കാര്യമില്ല, ആരും ഇല്ലല്ലോ ഇവിടെ. മോനും മരുമകളൊക്കെ ജോലിക്ക് പോകും, പിള്ളേര് സ്കൂളിലേക്കും പോകും. ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് ഒന്നാമത് അതല്ല, അവരവിടെ നിർത്തിയിട്ട് കാര്യമില്ല. എന്റെ കൂടെ എനിക്കൊരു തുണയായില്ലേ, ഞാൻ ഒറ്റയ്ക്ക് പോണ്ടേ. അതാലോചിച്ചിട്ട് ഞങ്ങൾ ഒന്നിച്ച് പോകും. മരിക്കുന്നവരങ്ങനെ ആവട്ടെ. അതെ അതെ, അതല്ലേ. ഇനി എന്തെങ്കിലും പ്രത്യേകമായിട്ട് അഭിനയിക്കണമെന്ന് തോന്നിയിട്ടില്ല എന്തെങ്കിലും കഥാപാത്രങ്ങളുണ്ടോ? ഒരുവിധം കഥാപാത്രങ്ങളൊക്കെ അഭിനയിച്ച് ഒരുവിധമൊക്കെ അഭിനയിച്ച് കഴിഞ്ഞതാണ്. ഇനി എന്തെങ്കിലും എനിക്ക് അങ്ങനെ ഒരു റോള് കിട്ടിയാൽ എനിക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യായിരുന്നു എന്ന് തോന്നുന്ന കഥാപാത്രങ്ങളുണ്ടോ ഇനി ചെയ്യാൻ വേണ്ടി? ഞാൻ പറഞ്ഞു, വട്ട് കേസൊക്കെ ആകുമ്പോ അതൊക്കെ കുറെ അഭിനയിച്ചില്ലേ? എത്ര അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും റോൾ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് സുഖസുന്ദരമായിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ മനസ്സിലെ മോഹം. ഇതുവരെയും അങ്ങനെ ചെയ്തു എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് അല്ലേ? അതാ ചോദിച്ചാൽ ഇനി അതിൽ കൂടുതൽ എനിക്ക് അഭിനയം എന്തെങ്കിലും ചെയ്യണമെന്നോ, അല്ലെങ്കിൽ എനിക്ക് കിട്ടാതെ പോയത് മറ്റു പലർക്കും പകുത്തു പോയിന്നോ, അല്ലെങ്കിൽ അവാർഡുകളൊന്നും കിട്ടിയില്ലെന്നോ, അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിന് എനിക്ക് കിട്ടേണ്ടതായിരുന്നു എന്ന് തോന്നിയ ഏതെങ്കിലും കഥാപാത്രങ്ങളൊക്കെ ഉണ്ടോ മനസ്സിൽ? സല്ലാപത്തിലല്ലേ കിട്ടേണ്ടതല്ലേ, അത് കിട്ടിയിട്ടില്ല. എനിക്ക് പിന്നെ അതിനെപ്പറ്റി അവാർഡിനെ പറ്റി ഞാൻ ചിന്തിക്കാറില്ല. കാരണം കിട്ടെങ്കിൽ വാങ്ങാം, അത്രയേ ഉള്ളൂ. നമ്മൾ അഭിനയിക്കുക. മറ്റുള്ള എൻ്റെ ഏറ്റവും വലിയ അവാർഡ് ആൾക്കാരുടെ പ്രേക്ഷകരുടെ പ്രേക്ഷകർ കാണുമ്പോൾ ശതേ തിരക്കില്ല, നന്നായിട്ട് കേട്ടോ, സൂപ്പറാട്ടോ, അതൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിൻ്റെ സന്തോഷം. അവാർഡ് കിട്ടിയ പോലെ തന്നെ. അതില്ല, അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ മരിക്കുന്നവരെ ആരോഗ്യം ആയുസ്സും ഈശ്വരൻ തരികയാണെങ്കിൽ അതുവരെ അഭിനയിക്കും, ചാൻസ് കിട്ടുകയാണെങ്കിൽ.
നമ്മുടെ TV പ്രേക്ഷകർക്ക് വേണ്ടി എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതുപോലുള്ള എത്രയോ അഭിനയിക്കാൻ അർഹതയുള്ള ആൾക്കാരെ ഇതുപോലെ പ്രചോദനം നൽകി നിങ്ങൾ നന്നാക്കി എടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളൊക്കെ ഒന്നാം നാളെ പോകും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്കും ഈ TV-യിലുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഇത്രയും നേരം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുപാട് സിനിമാ വിശേഷങ്ങളും സീരിയൽ വിശേഷങ്ങളും നാടക വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചതിലും നല്ലൊരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി പാടിത്തന്നതിലൊക്കെ വളരെയധികം സന്തോഷം. അടുത്തൊരു അതിഥിയുമായി ഇനിയും എത്താം. കാണാം.